ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് സ്വയമേ ഒന്ന് വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതും PSC ബുള്ളറ്റിനുകളിൽ വന്നിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷനോട് കൂടിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ക്ലാസ്സാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും സമയം കളയണ്ട, നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മെറ്റൽസ് ഡാഷ് വെൻ ദേ ആർ ഹീറ്റഡ്. മെറ്റൽസ് ഡാഷ് വെൻ ദേ ആർ ഹീറ്റഡ്. എന്താണ് മെറ്റൽസ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കോൺട്രാക്റ്റ് ചെയ്യുമോ, റിലാക്സ് ചെയ്യുമോ, പ്രൊജക്റ്റ് ചെയ്യുമോ, എക്സ്പാൻഡ് ചെയ്യുമോ? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, എക്സ്പാൻഡ്. ഇപ്പോൾ മെറ്റൽസ് എക്സ്പാൻഡ് വെൻ ദേ ആർ ഹീറ്റഡ്. അതായത് മെറ്റൽസ് ഹീറ്റാക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. അതേസമയം അത് തണുക്കുമ്പോൾ എന്ത് ചെയ്യും? കോൺട്രാക്റ്റ് ആവും അല്ലേ, കോൺട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ മെറ്റൽസ് എക്സ്പാൻഡ് വെൻ ദേ ആർ ഹീറ്റഡ്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? ഇപ്പോൾ ഹിൻഡ്രൻസ് എന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്, ഒന്ന് നോട്ട് ചെയ്തോളണം. ഓക്കെ, ഏതാണ് ഇവിടുത്തെ ആൻസർ? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഹിൻഡ്രൻസ്. HINDRANCE കേട്ടോ. ഒരു ആറേ ഉള്ളൂ, അതുപോലെ ഒരു എയും, ഒരു ആറും ഒരു എയും കേട്ടോ. അത് ശ്രദ്ധിച്ചോളണം. ഒരു ആറ്, അതുപോലെ ഇ അല്ല വരേണ്ടത്, എ ആണ്. ഹിൻഡ്രൻസ് HINDRANCE. റാൻ എന്ന് ഓർത്ത് വെച്ചിരുന്ന ഹിൻഡ് റാൻ CE. ഹിൻഡ് റാൻ CE, ഹിൻഡ്രൻസ്. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് ഇഡിയം ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. ദ മീനിങ് ഓഫ് ഇഡിയം ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. അപ്പോൾ ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എക്സാമിൻ എവറിത്തിങ്, ഓപ്ഷൻ ബി ഡു എനിത്തിങ്, ഓപ്ഷൻ സി സെർച്ച് എവരിവെയർ, ഓപ്ഷൻ ഡി ട്രൈ ആൾ മീൻസ്. എന്താണ് ആൻസർ? ഇപ്പോൾ ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നതിൻ്റെ അർത്ഥം സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നൊരു മീനിങ് ആണ്. സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുക, അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിക്കായി ആവുന്നതെല്ലാം ചെയ്യുക. അപ്പം അങ്ങനെ ഒരു മീനിങ് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ട്രൈ ഓൾ മീൻസ്. അതായത് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുക. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഡിയം ആണ് കേട്ടോ. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ട്രൈ ഓൾ മീൻസ്, സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുക, അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിക്കായി ആവുന്നതെല്ലാം ചെയ്യുക എന്നൊരു മീനിങ് ആണ്. അടുത്ത ചോദ്യം, ഓവർ ആൻഡ് എബോവ് മീൻസ്. ഓവർ ആൻഡ് എബോവ് മീൻസ്. ഓവർ ആൻഡ് എബോവ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ റിപ്പീറ്റഡ്ലി, ഓപ്ഷൻ ബി കോംപ്രിഹെൻസീവ്ലി, ഓപ്ഷൻ സി ഇൻ അഡീഷൻ ടു, ഓപ്ഷൻ ഡി കൺസൈസ്ലി. ഓവർ ആൻഡ് എബോവ്. ഇപ്പോൾ ഓവർ ആൻഡ് എബോവ് എന്നതിൻ്റെ മീനിങ് കൂടാതെ അല്ലെങ്കിൽ പുറമേ എന്നൊരു മീനിങ് ആണ്. കൂടാതെ, അതുകൂടാതെ എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഓവർ ആൻഡ് എബോവ് എന്നതിൻ്റെ മീനിങ് കൂടാതെ. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻ അഡീഷൻ ടു കേട്ടോ. ഇൻ അഡീഷൻ ടു, കൂടാതെ, അതുകൂടാതെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഓവർ ആൻഡ് എബോവ് എന്നതിൻ്റെ മീനിങ് കൂടാതെ, ഇൻ അഡീഷൻ ടു. അടുത്ത ചോദ്യം, എ മെറ്റിയോറോളജിസ്റ്റ് ഈസ് ഡാഷ്. ഇപ്പോൾ മെറ്റിയോറോളജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ഓൺ ഹൂ സ്റ്റഡീസ് മെറ്റൽസ്, ഓപ്ഷൻ ബി ഓൺ ഹൂ പെർഫോംസ് ട്രിക്സ്, ഓപ്ഷൻ സി ഓൺ ഹൂ സ്റ്റഡീസ് ദ വെദർ, ഓപ്ഷൻ ഡി ഓൺ ഹൂ പ്രാക്ടീസ് ലോ. എന്താണ് ആൻസർ? ഇപ്പോൾ മെറ്റിയോറോളജി എന്നതിൻ്റെ അർത്ഥം എന്താണ്? കാലാവസ്ഥാ പഠനമാണ് മെറ്റിയോറോളജി. മെറ്റിയോറോളജി എന്നതിൻ്റെ അർത്ഥം കാലാവസ്ഥാ പഠനം.
ഇപ്പോൾ മെറ്റിയോറോളജിസ്റ്റ് ആരാണ്? കാലാവസ്ഥാ പഠനം നടത്തുന്ന വിദഗ്ധനാണ്. കാലാവസ്ഥാ പഠനം നടത്തുന്ന വിദഗ്ധനെയാണ് മെറ്റിയോറോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. വൺ ഹൂ സ്റ്റഡീസ് ദ വെതർ. കേട്ടോ, കാലാവസ്ഥാ പഠനം അല്ലെങ്കിൽ അന്തരീക്ഷ വിജ്ഞാനീയം, കാലാവസ്ഥാ പഠനമൊക്കെ നടത്തുന്ന വിദഗ്ധനെയാണ് മെറ്റിയോറോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഓപ്ഷൻ എ എഴുതാനൊക്കെ സാധ്യതയുണ്ട്. വൺ ഹൂ സ്റ്റഡീസ് മെറ്റൽസ്, ആ ഒരു പേര് കേൾക്കുമ്പോൾ ചിലപ്പം ഓപ്ഷൻ എ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വൺ ഹൂ സ്റ്റഡീസ് ദ വെതർ, കാലാവസ്ഥാ പഠനം നടത്തുന്ന വിദഗ്ധനെയാണ് മെറ്റിയോറോളജിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് സീരിയസ്. ദ സിനോണിം ഓഫ് സീരിയസ്. സീരിയസ് എന്നതിൻ്റെ സിനോണിം, സെയിം മീനിങ് വരുന്നത് ഏതാണ്? ഇപ്പോൾ സീരിയസ് എന്നതിൻ്റെ അർത്ഥം അറിയാമല്ലോ, ഗൗരവമായ എന്നൊരു മീനിങ് ആണ് സീരിയസ്, ഗൗരവമായ. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഗ്രേവ് ആണ്. ഗ്രേവ് ആണ് ഗൗരവമായ എന്നൊരു മീനിങ് ആണ്. അപ്പോൾ സീരിയസ് എന്നതിൻ്റെ സെയിം മീനിങ് വരുന്നത്, സിനോണിം എന്ന് പറയുന്നത് ഗ്രേവ് ആണ്, ഗൗരവമായ എന്നൊരർത്ഥമാണ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, ഗ്രീവ്. ഗ്രീഫിൻ്റെ അർത്ഥം എന്താണ്? സങ്കടം, പശ്ചാത്താപം എന്നൊക്കെ ഒരു മീനിങ് ആണ് ഗ്രീഫ്. സങ്കടം, പശ്ചാത്താപം എന്നൊക്കെ ഒരു മീനിങ്. ഇനി ഓപ്ഷൻ സി നോക്കിയേ, പെക്യൂലിയർ. പെക്യൂലിയർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സവിശേഷമായ, അല്ലേ? സവിശേഷമായ എന്നൊരു മീനിങ് ആണ് പെക്യൂലിയർ. ഇനി സാവേജ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്രൂരമായ അല്ലെങ്കിൽ മൃഗീയമായ എന്നൊരു മീനിങ് ആണ് സാവേജ്. ക്രൂരമായ, മൃഗീയമായ, മര്യാദഘട്ട എന്നൊക്കെ ഒരു മീനിങ് ആണ് സാവേജ്. അപ്പോൾ ഒന്നുകൂടി പറയാം, സീരിയസ് എന്നതിൻ്റെ സിനോണിം ഗ്രേവ് ആണ്. ഗ്രേവ് ഗൗരവമായ എന്നൊരു മീനിങ് ആണ്. പിന്നെ ഗ്രീഫിൻ്റെ അർത്ഥം സങ്കടം, പശ്ചാത്താപം എന്നൊക്കെ അർത്ഥമുണ്ട്. പെക്യൂലിയർ എന്നതിൻ്റെ അർത്ഥം സവിശേഷമായ, അതുപോലെ സാവേജ് എന്നതിൻ്റെ അർത്ഥം ക്രൂരമായ. അടുത്ത ചോദ്യം, ദ കളക്റ്റീവ് നൗൺ ഫോർ ലയൺസ്. ലയൺസ് എന്നതിൻ്റെ കളക്റ്റീവ് നൗൺ. ഇപ്പോൾ ലയൺസിൻ്റെ കൂട്ടത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? പാക്കാണോ, ഫ്ലോക്കാണോ, പ്രൈഡാണോ, ട്രൂപ്പാണോ? സിമ്പിൾ ചോദ്യമാണ്, പ്രൈഡാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ, പ്രൈഡ്. ലയൺസിൻ്റെ കളക്റ്റീവ് നൗൺ പ്രൈഡാണ്. പ്രൈഡ് ഓഫ് ലയൺസ് എന്നല്ലേ നമ്മൾ പറയാറ്. അപ്പോൾ പ്രൈഡ് ഓഫ് ലയൺസ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, പാക്ക്. പാക്ക് ഓഫ് വൂൾസ് അല്ലേ? പാക്ക് ഓഫ് വൂൾസ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പാക്ക് ഓഫ് ഡോഗ്സ്, പാക്ക് ഓഫ് വൂൾസ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഓപ്ഷൻ ബി, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ കളക്റ്റീവ് നൗണാണ് ഫ്ലോക്ക്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. അതുപോലെ ഓപ്ഷൻ ഡി, ട്രൂപ്പ് ഓഫ് മങ്കീസ്. മങ്കീസിൻ്റെയൊക്കെ കളക്റ്റീവ് നൗണാണ്, മങ്കീസിൻ്റെയൊക്കെ ഗ്രൂപ്പിനെ ട്രൂപ്പ് എന്നാണ് പറയാറ് അല്ലേ? ട്രൂപ്പ് ഓഫ് മങ്കീസ്. ഇപ്പോൾ പാക്ക് ഓഫ് വൂൾസ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, പ്രൈഡ് ഓഫ് ലയൺസ്, ട്രൂപ്പ് ഓഫ് മങ്കീസ്. അടുത്ത ചോദ്യം, എ കാഗൗൾ ഈസ്. ഇപ്പോൾ കാഗൗൾ എന്നതിൻ്റെ അർത്ഥം എന്താണ്? കാഗൗൾ. ഓപ്ഷൻ എ ബേർഡ്, ഓപ്ഷൻ ബി എ ഹോട്ടൽ, ഓപ്ഷൻ സി എ ലോങ് ജാക്കറ്റ്, ഓപ്ഷൻ ഡി എ ഫെസ്റ്റിവൽ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, എ ലോങ് ജാക്കറ്റ് ആണ്. എ ലോങ് ജാക്കറ്റ്. കാഗൗൾ എന്നതിൻ്റെ അർത്ഥം എ ലോങ് ജാക്കറ്റ്, അതായത് ഈ തലയും കഴുത്തും മൂടുന്ന തരം ഒരു വസ്ത്രമാണ് കേട്ടോ. ഈ നമ്മൾ തണുപ്പത്ത് അല്ലെങ്കിൽ മഴയത്തൊക്കെ നമ്മൾ തലയും കഴുത്തുമൊക്കെ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാറില്ലേ, അതാണ്. ഭാരം കുറഞ്ഞ തുടയോളം നീളമുള്ള ഒരു തരം വാട്ടർ പ്രൂഫ് ജാക്കറ്റിനെയാണ് കാഗൗൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ദിസ് റൂം ഈസ് ഡാഷ് ദാൻ ദ അതർ. ദിസ് റൂം ഈസ് ഡാഷ് ദാൻ ദ അതർ. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സെയിം ആണോ, വേഴ്സ്റ്റ് ആണോ, വേഴ്സ് ആണോ, വേഴ്സർ ആണോ? ദിസ് റൂം ഈസ് ഡാഷ് ദാൻ ദ അതർ.
ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായില്ലേ, ദാൻ വന്നിട്ടുണ്ട്. ദാൻ വരുമ്പോൾ ഇവിടെ ഏതായിരിക്കും വരുന്നത്? കമ്പാരിറ്റീവ് ഫോം ആയിരിക്കണം അല്ലേ? കമ്പാരിറ്റീവ് ദാൻ വരുമ്പോൾ അവിടെ കമ്പാരിറ്റീവ് ഫോമാണ് വരേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് ഫോം ഈ തന്നിരിക്കുന്നതിൽ കമ്പാരിറ്റീവ് ഫോം ഏതാണ്? വേഴ്സ് ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. വേഴ്സ് ആണ് ആൻസർ. പലരും വേഴ്സർ എന്നെഴുതാൻ സാധ്യതയുണ്ട്. പലരും വേഴ്സറാണ് കമ്പാരിറ്റീവ് ഫോം എന്ന് വിചാരിച്ചിട്ട് അതെഴുതാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബേർഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം വേഴ്സാണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് വേഴ്സ്റ്റ്. ഇപ്പോൾ വേഴ്സർ തെറ്റാണ് കേട്ടോ. പലരും ചിലപ്പോൾ വേഴ്സർ ദാൻ, ദ റൂം ഈസ് വേഴ്സർ ദാൻ എന്നെഴുതാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബേർഡ് പോസിറ്റീവ് ഡിഗ്രി, അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വേഴ്സ്, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് വേഴ്സ്റ്റ് കേട്ടോ. അപ്പം വേഴ്സ് ആണ് ആൻസർ. ദിസ് റൂം ഈസ് വേഴ്സ് ദാൻ ദ അതർ. അടുത്ത ചോദ്യം, നൈദർ ഓഫ് അസ് ഡാഷ് ഗോയിങ് ഫോർ ദ മാരേജ്. നൈദർ ഓഫ് അസ് ഡാഷ് ഗോയിങ് ഫോർ ദ മാരേജ്. ആറാണോ, വേറാണോ, ആം ആണോ, ഈസ് ആണോ ആൻസറായിട്ട് വരുന്നത്? ഈസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഈസ്. നൈദർ ഓഫ് അസ് ഈസ് ഗോയിങ് ഫോർ ദ മാരേജ്. അപ്പോൾ നൈദർ ഓഫ് അല്ലെങ്കിൽ ഈച്ച് ഓഫ് എന്നൊക്കെ ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കിവിടെ നോക്കാം. നൈദർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ അല്ലേ, അസ്സാണ് വന്നിരിക്കുന്നത്. പ്ലൂറൽ നൗണാണ്. അതിനുശേഷം സിംഗുലർ വെർബ് വരണം. ഈ തന്നിരിക്കുന്നതിൽ സിംഗുലർ വെർബ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഈസ് ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ഈ നൈദർ ഓഫ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നൈദർ ഓഫ്, അതുപോലെ ഓൺ ഓഫ്, ഈച്ച് ഓഫ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഇതേ മോഡലിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കൊള്ളണം. ഓക്കെ. അപ്പോൾ നൈദർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ, സിംഗുലർ വെർബ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരെ കൊണ്ടുപോയി കണ്ടു നോക്കുക. നമ്മൾ PSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് ഇതേപോലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതുപോലെ തന്നെ PSC ബുള്ളറ്റിൽ വന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടു നോക്കുക. വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.